നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു. നിന്റെ കണ്ണുനീരിനെ കണ്ടിട്ട് മറുതലിച്ച് കടന്നു പോകുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. ജീവിത വഴിയാത്രയിൽ കടന്നു വരുന്ന പ്രയാസങ്ങൾ, വേദനകൾ, ജീവിതത്തിൽ പിടിച്ചു നിൽപ്പാൻ കഴിയാതെ വരുന്ന ചില സാഹചര്യങ്ങളുടെ നടുവിൽ കണ്ണുനീരോടുകൂടി നീ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ആ കണ്ണുനീരിനെ മറികടക്കുന്നവനല്ല നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്. കാരണം കണ്ണുനീരിനെ തുരുത്തിൽ സൂക്ഷിക്കുന്ന കർത്താവ്, കണ്ണുനീരിനെ മറികടക്കാത്ത കർത്താവ്. ഹാഗാറിൻ്റെയും കുഞ്ഞിൻ്റെയും നിലവിളി കേട്ട് കണ്ണുനീര് കണ്ട് അവർക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു ഉറവയെ തുറന്നവനായ ദൈവം ഹന്നയുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോയപ്പോൾ ആ കണ്ണുനീരിൻ്റെ കാരണത്തിൻ്റെ മേൽ ഇടപെട്ട് അവൾക്ക് വേണ്ടി തലമുറയെ നൽകി അനുഗ്രഹിച്ച ദൈവം. സഹോദരൻ മരിച്ചു, ഭവനത്തിൽ വളരെ സങ്കടമാണ്, കണ്ണുനീരാണ്. ആ കണ്ണുനീരിൻ്റെ നടുവിലും ബഥാനിയിലെത്തിയ കർത്താവ് അവരോട് ചേർന്നിരുന്ന് കരഞ്ഞു. അപ്പം നമ്മുടെ കർത്താവ് കണ്ണുനീരിനെ മാനിക്കുന്നവനാണ്. ജീവിതത്തിൽ കടന്നു വരുന്ന ഏതു വിഷയമാണെങ്കിലും അതിൻ്റെ നടുവിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. അവൻ അതിനുമേൽ പരിഹാരം വരുത്തും. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന നിർത്തരുത്. കർത്താവിന് അതിന്മേൽ ഇടപെടുവാൻ കഴിയും.